ഈ സമീപകാലത്ത് അമിത്ഷാ കേരളത്തിൽ വന്നപ്പോൾ പറഞ്ഞൊരു കാര്യമുണ്ട്. 2026 BJP കേരളം ഭരിക്കുമെന്ന് പറഞ്ഞു. മറ്റ് മുന്നണികളിലുള്ളവരൊന്നും തന്നെ അതത്ര കാര്യമായിട്ട് എടുത്തില്ല. പക്ഷേ പറഞ്ഞത് അമിത്ഷായാണ്. അതുകൊണ്ട് നമുക്ക് വെറും ഒരു വിടുവായുത്തമായിട്ട് അതിനെ കാണാനും കഴിയില്ല എന്നുള്ളതാണ്. ഒരുപക്ഷെ ഞാൻ അതിൻ്റെ ഒരു സൈഡ് ആലോചിച്ചപ്പോൾ കാണാൻ കഴിഞ്ഞത് NDA മുന്നണി വിപുലീകരിക്കും എന്ന് തോന്നുന്നു. മുന്നണി സമവാക്യങ്ങളൊക്കെ ഒരുപക്ഷെ മാറാനുള്ള സാധ്യതയല്ലേ കാണുന്നത്? അല്ല, തീർച്ചയായിട്ടും രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ പൊളിറ്റിക്സ് ഈസ് ദി ആർട്ട് ഓഫ് ദി പോസിബിലിറ്റീസ്. സാധ്യതകളുടെ കളിയാണ് രാഷ്ട്രീയം. 1991 അന്ന് നരസിംഹറാവു പ്രധാനമന്ത്രിയായപ്പം അദ്ദേഹത്തിൻ്റെ ഒരു വേൾഡിൽ മുഴുവൻ സാറ് കേട്ടിട്ടുണ്ടാവും, ഒരു ഫോണിൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. BBC നടത്തിയൊരു പ്രോഗ്രാമായിരുന്നു. ആ പ്രോഗ്രാമിൽ എവിടുന്നോ ഒരാൾ ചോദിച്ചു, ലൈവായിരുന്നു ആ പ്രോഗ്രാം. അപ്പോൾ ചോദിച്ചു, യു ആർ ഹെഡിങ് എ മൈനോറിറ്റി ഗവൺമെൻറ്, ഹൗ യു ആർ ഗോയിങ് ടു കംപ്ലീറ്റ് ദി 5-year term. അദ്ദേഹം പറഞ്ഞ മറുപടി ആയിരുന്നു, പൊളിറ്റിക്സ് ഇസ് ദി ആർട്ട് ഓഫ് ദി പോസിബിൾ. രാഷ്ട്രീയം ഒരു സാധ്യത കലയാണ്. 5 കൊല്ലം ഗവൺമെൻറ് വന്നല്ലോ, തുടർച്ച ഉണ്ടായല്ലോ. അപ്പോൾ അതുകൊണ്ട് രാഷ്ട്രീയത്തിൽ അങ്ങനെ ഒരു തൊട്ടുകൂടായ്മയൊന്നുമില്ല. കേരളത്തിൽ അമിത്ഷാ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹം അതിനെന്തെങ്കിലും കണ്ടിട്ടുണ്ടാവാം. കേരളത്തിൽ ഒരുപാട് ശക്തരായ മൈനോറിറ്റി കമ്മ്യൂണിറ്റികൾ ഇവിടെയുണ്ട്. മൈനോറിറ്റി കമ്മ്യൂണിറ്റി പൊളിറ്റിക്കൽ പാർട്ടീസ് ഇവിടെയുണ്ട്. മുസ്ലിം ലീഗ് ഉണ്ട്. വളരെ നല്ല ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് മുസ്ലിം ലീഗ്. അതിന് ഒരുപാട് എന്താ പറയുക, തീവ്രതയില്ലാത്ത എന്നാൽ തന്നെ മുസ്ലിം കമ്മ്യൂണിറ്റീൻ്റെ കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ്. എത്രയോ കാലം ഭരണത്തിലിരുന്ന, ഒരു ഘട്ടത്തിൽ ചീഫ് മിനിസ്റ്റർഷിപ്പ് പോലും എടുത്ത ഒരു പാർട്ടിയാണ് മുസ്ലിം ലീഗ്. അങ്ങനെ ഒരു പാർട്ടി അവിടെയുണ്ട്. 2 കേരള കോൺഗ്രസ് മാണി ഉണ്ട്, കേരള കോൺഗ്രസ് ജോസഫ് ഉണ്ട്, ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് സേഫ് ഗാർഡ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീസ് ഉണ്ട്. അപ്പോൾ അമിത്ഷാ എന്നുള്ള ആഭ്യന്തരമന്ത്രി, ഞാൻ അടിവരായിട്ട് പറയുന്ന അമിത്ഷാ എന്നുള്ള ആഭ്യന്തരമന്ത്രി, അദ്ദേഹം കേരളത്തിൽ വന്നിട്ട് വെറുതെ ഒരു കാര്യം പറയേണ്ട കാര്യമില്ല. അപ്പം സ്വാഭാവികമായിട്ടും ചർച്ചകൾ നടക്കുന്നുണ്ടാവാം. ആ ചർച്ചകളുടെ പരിണിത ഫലങ്ങൾ ഉണ്ടാകാം. രാഷ്ട്രീയം ഒരു സുപ്രഭാതത്തിലുള്ള അലയൻസോ അല്ല, ഒരു സുപ്രഭാതത്തിലൊന്നല്ലല്ലോ. രാഷ്ട്രീയം ഒരുപാട് കാലത്തെ ചർച്ചകളും ഒരുപാട് കാലത്തെ സംസാരങ്ങളും ഒരുപാട് കാലത്ത് അന്യോന്യം അറിയലും ഒക്കെ ശേഷമായിരിക്കുമല്ലോ ഒരു അലയൻസ് ഡിക്ലെയർ ചെയ്യുക. അല്ലാണ്ട് എല്ലാവരും പബ്ലിക്കായിട്ട് ഇത് പറയില്ലല്ലോ ഡിക്ലെയർ ചെയ്യുമ്പോൾ അലയൻസ്. സാധ്യതയൊക്കെ ഉണ്ട്, ഇല്ലയെന്ന് പറയാൻ പറ്റില്ല. അപ്പം എനിക്ക് തോന്നുന്നു BJP ഒരു 10 സീറ്റ് പിടിക്കണം ഇവിടെ. അല്ല, BJP സ്വയമേവ മൃഗേന്ദ്രായ എന്നാണല്ലോ. BJPക്ക് അതിൻ്റെ ശക്തി BJP കാണിച്ചു കൊടുക്കേണ്ടി വരും ഒന്നിക്കൽ. അല്ലെങ്കിൽ ഇലക്ഷന് മുമ്പ് തന്നെ ഇപ്പോൾ ഞാൻ പറയാം, ഇപ്പോൾ മുസ്ലിം ലീഗ് എന്നുള്ള പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഇനി ഒരു കാരണവശാലും UDF-ലാണെങ്കിലോ LDF-ലാണെങ്കിലോ അതിന് മുഖ്യമന്ത്രി പദം കിട്ടുമോ? കിട്ടില്ല, ഒരിക്കലും കിട്ടില്ല. ഭരണം ഇല്ലാതിരിക്കാനും പറ്റത്തില്ല. ഭരണം വേണം. ഇപ്പം ഭരണത്തിൽ വേണമെങ്കിൽ ഇടതുപക്ഷത്തിനോട് വന്നാൽ ഭരണത്തിൻ്റെ ഭാഗമാക്കാൻ പറ്റും. 4-5 മന്ത്രിമാരെ വേണമെങ്കിൽ അവരും കൊടുക്കുമായിരിക്കും. പക്ഷെ ഒരു മുഖ്യമന്ത്രി പദം കിട്ടില്ല. BJP മുസ്ലിം ലീഗ് കേരള കോൺഗ്രസിന് അലയൻസ് വേണമെങ്കിൽ ഉണ്ടാവാം. ആ അലയൻസിൽ വേണമെങ്കിൽ മുസ്ലിം ലീഗ് നേതാവിന് മുഖ്യമന്ത്രി ആവാം. BJPക്ക് ജൂനിയർ പാർട്ട്ണറായാൽ മതി. വേണമെങ്കിൽ ഗവൺമെൻറ്റിൽ ഇപ്പോൾ നിൽക്കേണ്ട, പുറത്തുനിന്ന് സപ്പോർട്ട് ചെയ്താൽ മതി. അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ വന്നൂടെ? അല്ല, അങ്ങനത്തെ ഒരു കോമ്പിനേഷൻ ചർച്ച ചെയ്യാം സ്വാഭാവികമായിട്ടും. എന്തൊക്കെ ഡിഫറൻസ് ഓഫ് ഒപ്പീനിയൻ ഉണ്ടെങ്കിലും സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ഒരേ നാട്ടുകാരല്ലേ, മലയാളികളാണല്ലോ. അപ്പോൾ അങ്ങനത്തെ ഒരു കോമ്പിനേഷൻസൊക്കെ വരാൻ സാധ്യതയുണ്ട്, സംസാരിക്കാം, ഇതൊക്കെ നടക്കും. പൊളിറ്റിക്സിൻ്റെ രാഷ്ട്രീയത്തിൽ പുറത്ത് അറിയാത്ത അകത്തുള്ള ഒരുപാട് ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നേരത്തെ തന്നെ CPM എല്ലാ കാലത്തും BJPയെ കുറ്റപ്പെടുത്തുന്ന ഒരു സാധനമായിരുന്നില്ല. കോൺഗ്രസ് കുറ്റപ്പെടുത്താൻ കോലീബി സഖ്യം, കോൺഗ്രസ് ലീഗ് BJP. വടകര ലോക്സഭയിൽ രത്നസിംഗ് മത്സരിക്കുന്നു കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട്, അല്ലെങ്കിൽ UDF-ന് സ്വതന്ത്രനാണെന്ന് തോന്നുന്നു. തെങ്ങ് ചിഹ്നത്തിലാണ് മത്സരിച്ചത്. രത്നസിംഗ് മത്സരിക്കുന്ന വടകരയിൽ. CPM അപ്പം തന്നെ പറഞ്ഞു ഇത് കോലീബി സഖ്യമാണ്. ഉണ്ണികൃഷ്ണനായിരുന്നു എതിർ സ്ഥാനാർത്ഥി. വലിയ ഒച്ചയും ബഹളം ഉണ്ടായി. അതുപോലെ തന്നെ പെരിങ്ങളം നിയോജകമണ്ഡലത്തിൽ കോലീബി സഖ്യം പറഞ്ഞു വന്ന് മാരാർജി മഞ്ചേശ്വരത്ത് മത്സരിക്കുമ്പോൾ KG മാരാർജി ജയിപ്പിക്കാൻ വേണ്ടി ഇപ്പുറത്ത് ഇത് ചെയ്തു എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം അയാളുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ മുമ്പിലെ ക്ലാസിക് എക്സാമ്പിൾ ആയിരുന്നല്ലോ PDP BJP അലയൻസ് കാശ്മീർ. PDP എന്ന് പറഞ്ഞാൽ എല്ലാ കാലത്തും BJP തന്നെ പറയുന്നത് തീവ്രവാദ സ്വഭാവമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം PDP. ആ PDP-യായിട്ട് BJPക്ക് അലയൻസ് കാശ്മീരിൽ മെഹബൂബ് മുഫ്തിനെ പോലുള്ള മുഖ്യമന്ത്രിയായിട്ടുള്ള ഒരു ഗവൺമെൻറ് BJPക്ക് ഉണ്ടാക്കാൻ പറ്റുമെങ്കിൽ കേരളത്തിൽ മുസ്ലിം ലീഗുകളുടെ എന്താ ബുദ്ധിമുട്ട്? മുസ്ലിം ലീഗിനെ പറ്റി BJP അങ്ങനെ പറഞ്ഞിട്ടുള്ളൂ, തീവ്രവാദ സംഘടന ഒന്നും പറഞ്ഞു. തീവ്രവാദ സംഘടന വേറെ ഉണ്ടായിരുന്നല്ലോ. മുസ്ലിം ലീഗ് ഒരു സോബർ പൊളിറ്റിക്കൽ ഔട്ട്ഫിറ്റാണ്. മുസ്ലിം കമ്മ്യൂണിറ്റി ഇൻട്രസ്റ്റ് കേട്ടിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും BJPക്ക് വേണമെങ്കിലും അലയൻസിനൊക്കെ ആലോചിക്കാവുന്നേ ഉള്ളൂ. അല്ല, ലീഗ് അങ്ങനെ NDA മുന്നണിയിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ അല്പം അഗ്നിശുദ്ധി വരുത്തേണ്ടി വരുമെന്ന് എനിക്ക് തോന്നുന്നു. ജമായത്തെ ഇസ്ലാമി, പോപ്പുലർ ഫ്രണ്ട് ഇങ്ങനെയുള്ളവരുമായിട്ടുള്ള അവിശുദ്ധ ബന്ധങ്ങളൊക്കെ മാറ്റിവെക്കേണ്ടി വരത്തില്ലേ?
അല്ല, ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ഒരു ബന്ധം ഇപ്പം പരസ്യമായിട്ടൊന്നും ഇല്ലല്ലോ, അകത്തോട്ടുള്ള പരിപാടിയിലേ ഉള്ളൂ. അത് ഞാൻ പറഞ്ഞ ഇതിൽ സബ്ജക്റ്റ് ടു ഡിബേറ്റ്സ് ആണ്. എങ്ങനെ വരാം, എങ്ങനെ രാഷ്ട്രീയം. ഇപ്പം നാഗ്പൂർ മുനിസിപ്പാലിറ്റിയിൽ പണ്ട് ഒരു മജ്ലിസ് സംഘടനയായിട്ട് BJP ഗവൺമെൻറ് കോർപ്പറേഷൻ ഭരിച്ചിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി ഭരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം ഇത് രാഷ്ട്രീയത്തിൽ തൊട്ടുകൂടായ്മ ഇല്ല അല്ലെങ്കിൽ ഉണ്ടാവരുത് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പം രാഷ്ട്രീയത്തിൽ എല്ലാം സംഭവിക്കണം, അതൊരു ബെറ്റർമെൻറ്റ് ഓഫ് സൊസൈറ്റി ആയിരിക്കണം. അതിനുവേണ്ടി BJPക്ക് പവർ വേണമെങ്കിൽ അവരങ്ങനെ ഔട്ട് ഓഫ് ദ ബോക്സ് തോട്ട് വേണ്ടി വരും. കേരളം പോലത്തെ സമൂഹത്തിൽ ഇത്രയധികം മുസ്ലിം കമ്മ്യൂണിറ്റി, ഇത്രയും ശക്തരായിട്ടുള്ള മുസ്ലിം കമ്മ്യൂണിറ്റി, അവർ എഡ്യൂക്കേഷനലി നല്ല ഹൈലി ക്വാളിഫൈഡ് ആയിട്ടുള്ള ആളുകളുണ്ട്, ബ്യൂറോക്രാറ്റിക് ലെവലിൽ അവർ ക്വാളിഫൈഡ് ആളുകളുണ്ട്, ഫിനാൻസ് രംഗത്ത് ക്വാളിഫൈഡ്. അപ്പോൾ അങ്ങനത്തെ ഒരു കമ്മ്യൂണിറ്റീനെ പൂർണ്ണമായിട്ട് മാറ്റി നിർത്താൻ നിങ്ങൾ വേണ്ട, ശരിയാവില്ല. അങ്ങനെയല്ലല്ലോ, ഒരു അലയൻസ് എന്ന് പറഞ്ഞ സാധനം ഉണ്ടാക്കാം. എപ്പോഴും ഇലക്ഷനിൽ അമിത്ഷാനെ പോലത്തെ ഒരു ചാണക്യം തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു രാഷ്ട്രീയ തന്ത്രജ്ഞൻ സ്വാഭാവികമായിട്ടും ആ വഴി എക്സ്പ്ലോർ ചെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ ഈ ക്രൈസ്തവ വിഭാഗം ഇപ്പോൾ കൂടുതലായിട്ട് BJPയോടൊപ്പം ചേർന്ന് നിൽക്കുന്നു എന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേരള കോൺഗ്രസ്സുകാരെല്ലാം കൂടി NDA മുന്നണിയിലേക്ക് വരാനുള്ള സാധ്യത അപ്പം കൂടുതലാണ്. അല്ല, ഞാൻ പറഞ്ഞാലേ ഇത് ഒരു ആർട്ട് ഓഫ് ദ പ്രത്യേകിച്ചിട്ട് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഭരിക്കുന്നത് BJP ആണ്, അല്ലെ BJPൻ്റെ നേതാവായ നരേന്ദ്രമോദിയാണ് ഇന്നത്തെ ഇന്ത്യയുടെ പ്രധാനമന്ത്രി. അവർക്ക് സ്വാഭാവികമായിട്ടും പല രീതിയിലും ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റും. അതെ, അപ്പോൾ അതിനകത്ത് വരികൾക്കിടയിലുള്ള വരികൾക്കിടന്ന് പറഞ്ഞില്ല, ഞാൻ പറയാം. അപ്പോൾ സ്വാഭാവികമായിട്ടും പൊളിറ്റിക്കൽ പാർട്ടീസും അവർക്കും അങ്ങനെ ഒരു അറ്റാച്ച്മെൻറ്റിനോ അല്ലെങ്കിൽ അങ്ങനെ അലയൻസിനോ പബ്ലിക് അവരുടെ കേഡേഴ്സിനെ കൺവിൻസ് ചെയ്താൽ മതിയല്ലോ. എന്താ ഇപ്പം ഹിന്ദുക്കളും മുസ്ലിങ്ങളും ശത്രുക്കളാണോ? അല്ലല്ലോ, അല്ലല്ലോ. എത്രയോ സുഹൃത്തുക്കൾ, ഞാൻ കണ്ണൂർ ജില്ല തലശ്ശേരിക്കാരനാണ്, എനിക്ക് വളരെ ഏറ്റവും വേണ്ടപ്പെട്ട ഡിയർ ആയിട്ടുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ടല്ലോ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ. അപ്പോൾ അങ്ങനെ എല്ലാവർക്കും ഉണ്ടാവില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ. അപ്പോൾ അതിനെ നമ്മൾ പൂർണ്ണമായിട്ടും തൃണവൽക്കരിക്കേണ്ട കാര്യമില്ല. അപ്പോൾ അങ്ങനൊരു സാധ്യതയൊക്കെ ഉണ്ട്. പൊളിറ്റിക്സ് ഇസ് ദി ആർട്ട് ഓഫ് ദി പോസിബിൾ. നേരത്തെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ തന്നെ അങ്ങനത്തെ ഒരു സാധനം എക്സ്പ്ലോർ ചെയ്തിട്ടൊന്നുമില്ല. PDP ഗവൺമെൻറ് അവസാനം ഗവൺമെൻറ് താഴെ പോയി, അതൊക്കെ ശരിയാണ്. പക്ഷേ അറ്റ്ലീസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും പല ആൾക്കും അറിയാൻ പറ്റി ഇവർ ഇത്രയാണ്, ഇവരിങ്ങനെയാണ്. ഇപ്പം പണ്ട് നേരത്തെ 1977-75 എമർജൻസി കാലഘട്ടത്തിൽ ഞാൻ കേട്ടിട്ടുണ്ടായിരുന്നു, BJPയുടെ മുതിർന്ന നേതാക്കന്മാർ ജയിലുള്ള സമയത്ത് തന്നെ മുസ്ലിം ലീഗിന്, അഖിലേന്ത്യാ മുസ്ലിം ലീഗിന് പിന്നെന്താ കെ സാഹിബൊക്കെ ജയിലുണ്ട്, CKP ചെറിയമ്മൊക്കെയൊക്കെ ജയിലുണ്ടായിരുന്നു. ഇവരൊക്കെ വളരെ ബോൺഭൂമിയിലായിരുന്നു. അന്ന് തലശ്ശേരിയിൽ ഉണ്ടായിരുന്ന എ ഡി നായർ വക്കീൽ BJPയുടെ മണ്ഡലം പ്രസിഡന്റ്, ദേശീയ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറൊക്കെ ആയിരുന്നു. എ ഡി നായർ വക്കീലിൻ്റെ വീട്ടിൽ ജമാഅത്ത് ഇസ്ലാമിക്കാരൊക്കെ എപ്പോൾ വരാറുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ചോദിക്കണം എന്താ ഇത്, ഇപ്പം ജയിലിൽ ഇവർ ഒരുമിച്ച് ചെലവഴിച്ചിട്ടുണ്ടായിരുന്നു. ഈ പരസ്പരം മനസ്സിലാക്കൽ വലിയ ഇമ്പോർട്ടൻ്റ് ആണല്ലോ. നമ്മളൊരു സ്റ്റോൺ വാളിൻ്റെ അല്ലെങ്കിൽ വലിയൊരു അയൺ കർട്ടൻ്റെ അപ്പുറത്തിപ്പുറത്ത് നിന്നിട്ടല്ലല്ലോ. രാഷ്ട്രീയത്തിൽ സാമൂഹ്യപരമായിട്ട് എല്ലാ ആൾക്കാരും ജെല്ല് ചെയ്ത് പോകും. അപ്പം ഇപ്പം നമ്മൾ നിയമസഭയിൽ കാണണ്ടോ, ഇവർ തമ്മിൽ സംസാരിക്കും, ഭയങ്കരമായി ശത്രുതാപരമായി സംസാരിക്കും. പക്ഷെ അത് കഴിഞ്ഞ് ചില ഫംഗ്ഷൻസിൽ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയും അടുത്തിന് സംസാരിക്കുന്നില്ലേ? അത് തന്നെയല്ലേ വേണ്ടത്. നമ്മൾ ഐഡിയോളജിക്കലായിട്ടും അല്ലെങ്കിൽ അതിന് ഡിഫർ ചെയ്യുകയും മറ്റുള്ള കാര്യങ്ങൾ പേഴ്സണൽ ഇക്വേഷൻസ് നല്ലതായിരുന്നാൽ പോലെ. അപ്പോൾ അതുപോലെ തന്നെ BJPക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്ന സാധ്യതയാണ് മുസ്ലിം ലീഗുമായിട്ട്. എനിക്ക് അതിൽ എക്സ്പ്ലോർ ചെയ്യാതിരിക്കാൻ സാധ്യതയൊന്നുമില്ല. മുസ്ലിം ലീഗ് എന്ത് ചെയ്യുന്നു എന്നുള്ള രണ്ടാമത്തെ കാര്യം. അവർ അക്സെപ്റ്റ് ചെയ്യുമോ, അവർ അക്സെപ്റ്റ് ചെയ്യില്ല, ഇതൊക്കെ സബ്ജക്റ്റ് ഡിബേറ്റാണ്. പക്ഷേ ഇതിനൊക്കെ ഒരു പോസിബിലിറ്റീസ് ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളൊരു കാര്യം, ഈ ലീഗ് ഒരിക്കലും നരേന്ദ്രമോദിയെയോ BJPയെയോ ഒന്നും കടന്നാക്രമിച്ചിട്ടില്ല. അത് തന്നെ, ലീഗ് അല്ലെങ്കിൽ തന്നെ അങ്ങനെ ആരെയും അങ്ങനെ കടന്നാക്രമിക്കുകയോ തീവ്രവാദത്തോടുകൂടി അധിഷ്ഠിതമായിട്ടുള്ള ഒരു പൊളിറ്റിക്കൽ ലൈൻ എടുക്കുകയോ ഒന്നും ഒരിക്കലും ചെയ്യാറില്ല. അപ്പോൾ അതിന് കുറേ സാധ്യതകളുടെ കളിയുണ്ട്. കോൺഗ്രസിൻ്റെ ഒരു എക്സ്റ്റൻഷൻ പോലത്തെ ഒരു പാർട്ടി തന്നെയാണ് മുസ്ലിം ലീഗ് കേരളത്തിൽ. ഇപ്പോൾ അവർ കഴിഞ്ഞ ദിവസമൊക്കെ പത്ര റിപ്പോർട്ടർക്ക് അവർ ദക്ഷിണ കേരളത്തിലും വ്യാപിപ്പിക്കുകയും വർക്കല നിയമസഭാ സീറ്റിൽ UDF നിന്ന് അവർ ചോദിക്കുന്നു എന്നും പറയുന്നുണ്ട്. അത് BJPക്ക് എക്സ്പ്ലോർ ചെയ്യാവുന്നേ ഉള്ളൂ. BJP എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടായിരിക്കും, ഇല്ലയെന്ന് ഞാൻ പറയുന്നില്ല, ചെയ്യുന്നുണ്ടായിരിക്കും. BJPക്ക് ഒരു വലിയ വെൽ ഓയിൽഡ് മെഷീനറി കേരളത്തിലുണ്ടല്ലോ. സെൻട്രൽ ഇപ്പം പുതിയൊരു പ്രസിഡന്റ് വരുന്നു. ആ പ്രസിഡന്റ് അദ്ദേഹം ഔട്ട് ഓഫ് ദി ബോക്സ് തോട്ട്സ് ചെയ്യാൻ പറ്റുന്ന ആളാണ്. ഒരു എന്താ പറയുക, താഴേക്കടയിൽ നിന്ന് വളർന്നു വന്ന ഒരു രാഷ്ട്രീയ നേതാവല്ല. അദ്ദേഹത്തിന് പല രീതിയിലും എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും. അപ്പം അങ്ങനെ BJPക്ക് സാധ്യതകൾ ഉണ്ടാവാൻ, ഇങ്ങനെ ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇങ്ങനൊരു NDA മുന്നണിയുടെ ഒരു വിപുലീകരണം മറ്റ് രണ്ട് മുന്നണികളും ഒരുപക്ഷെ ഇത് മനസ്സിലാക്കുന്നുണ്ടാകും അല്ലേ? അല്ല, മറ്റ് രണ്ട് മുന്നണികളും രാഷ്ട്രീയത്തിൽ തന്നെയുള്ളതല്ലേ, താഴെത്തട്ടിലുള്ള പ്രവർത്തിക്കുന്ന ആളുകളല്ലേ, എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇൻട്രാക്ട് ചെയ്യുമ്പോൾ പല രീതിയിലും സംസാരങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം അത് അവർ മനസ്സിലാക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ ഞാൻ പറഞ്ഞ അമിത്ഷാ പോലത്തെ ഒരു നേതാവ് കേരളം പോലത്തെ സംസ്ഥാനത്ത് വന്നിട്ട് വെറും വീൺവാക്ക് പറയില്ല. അദ്ദേഹത്തിന് വ്യക്തമായിട്ടൊരു പ്ലാനോ വ്യക്തമായിട്ട് അജണ്ടയോ ഒക്കെ ഉണ്ടാവും. പ്രത്യേകിച്ചിട്ടും BJPയുടെ അഖിലേന്ത്യാ അധ്യക്ഷൻ നിലക്ക് പാർട്ടീനെ ഒരുപാട് സംസ്ഥാനങ്ങളിൽ ഭരണത്തിലേറ്റുകയും ഭരണത്തിലേറ്റാൻ 220 സംസ്ഥാനങ്ങളിൽ BJP ഭരിക്കുകയാണ്.
അലയൻസായിട്ടും അല്ലാതും ഒക്കെ. അപ്പം അത് ഉണ്ടാക്കിയെടുത്ത പ്രധാനമായിട്ടുള്ള ഒരു വ്യക്തിയാണ് അമിത്ഷാ. അദ്ദേഹം ഹോം മിനിസ്റ്ററും കൂടിയാണ്. ഹോം മിനിസ്റ്റർ എന്ന് പറഞ്ഞാൽ ഞാൻ അടിവരയിട്ട് പറയേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അങ്ങനെ പല രീതിയിലും ബി ജെ പി എക്സ്പ്ലോർ ചെയ്യും. ബി ജെ പിക്ക് എന്തായാലും കേരളവും തമിഴ്നാടും അതിന് വളരെ ക്ലോസ് ടു ഹാർട്ട്സാണ്. അപ്പോൾ അതുകൊണ്ടാണല്ലോ നമ്മൾ കണ്ടല്ലോ CP രാധാകൃഷ്ണനെ പോലത്തെ ഒരു പരിണിതപ്രജ്ഞനായ BJP നേതാവിനെ അദ്ദേഹത്തിന് ഇന്ത്യ ഉപരാഷ്ട്രപതിയാക്കിയില്ലേ. അത് തമിഴ്നാട്ടിലെ വലിയൊരു കമ്മ്യൂണിറ്റി കൊടുത്തൊരു മെസ്സേജാണ്. BJP ഈസ് ഓൾവേസ് വിത്ത് ദം അല്ലേ. അപ്പോൾ അതുപോലെ തന്നെ BJP എടപ്പാടി പളനിസ്വാമിയുടെ അലയൻസ് ഉണ്ടാക്കുന്നു. ഈവൻ അണ്ണാമലയെ പോലത്തെ ഒരു ഫയർ ബ്രാൻഡ് ലീഡറിനെ അവർ സാക്രിഫൈസ് ചെയ്തിട്ടാണ് ഈ എടപ്പാടിയായിട്ട് വീണ്ടും അലയൻസ് ഉണ്ടാക്കുന്നത്. കാരണം BJPക്ക് അറിയാം പൊളിറ്റിക്സ് ഔട്ട് ഓഫ് ദ പോസിബിലിറ്റിയാണ്. ADMK പോലത്തെ ഒരു പാർട്ടീനെ മാറ്റി നിർത്തിയിട്ട് അവിടെ ഭരിക്കാൻ തിരിച്ചു വരാൻ പറ്റില്ല. ADMK മുമ്പിൽ നിർത്തി അമിത്ഷാ പ്രഖ്യാപിച്ചല്ലോ എടപ്പാടി പളനിസ്വാമിയാണ് ചീഫ് മിനിസ്റ്റർ. കോalition ഗവൺമെൻറ് ഇല്ലയെന്നും പറഞ്ഞു. ദ്രവിഡൻ പാർട്ടീസ് കോalition ഗവൺമെൻറ് അനുകൂലമല്ല. അപ്പോൾ കേരളത്തിൽ അത് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. കേരളത്തിൽ BJP എക്സ്പ്ലോർ ചെയ്യുന്നുണ്ട്. പരസ്യമായിട്ട് പറയാനുള്ള ഘട്ടം എത്തിയിട്ടുണ്ടാവില്ല. ഇപ്പോൾ ADMKയും BJP തമ്മിൽ വളരെ എന്താ പറയുക കിരിയും പാമ്പും പോലെ ആയിരുന്നല്ലോ അണ്ണാമലയുടെ കാലത്ത്. അത് മാറിയല്ലോ പൂർണ്ണമായിട്ടും. നയനാർ നാഗേന്ദ്രനെ പോലത്തെ ഒരു മുൻ ADMK നേതാവിന് ADMK മന്ത്രിയായിരുന്ന ആളെ BJPയിൽ വരുന്നു. അദ്ദേഹമാണ് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ അവിടെ. അപ്പോൾ പൊളിറ്റിക്സ് ആണ്. അപ്പോൾ അങ്ങനെ പല സാധ്യതകളുണ്ട്. അപ്പോൾ കേരള BJP ഇനിയും അവരുടെ കരുത്ത് തെളിയിപ്പിക്കുക എന്നുള്ളതാണ് മാത്രം. അല്ല, എനിക്ക് തോന്നുന്നു അതിനുവേണ്ടി അവർ വളരെയധികം പ്രയത്നിക്കുന്നുണ്ട്. അവർക്ക് മധ്യമേഖല, ദക്ഷിണ മേഖല, പിന്നെ എന്താ ഉത്തരമേഖല എന്നൊക്കെ പറഞ്ഞ് സംഘടനാ സംവിധാനം ഉണ്ടാക്കി ആ സംഘടനാ സംവിധാനത്തിൻ്റെ കീഴിൽ വളരെയധികം പ്രവർത്തനമൊക്കെ അവർ ചെയ്യുന്നുണ്ട്. BJP 20% എടുത്ത് വെറുതെ എത്തുള്ളൂ. കേരളം പോലത്തെ ഒരു സമൂഹത്തിൽ അത്രയും വോട്ട് കിട്ടലും ഒരു ലോക്സഭാ MP ഉണ്ടാക്കലും ചെറിയ കളിയല്ല. ഡൽഹിക്കാർ വിചാരിച്ചാൽ മാത്രമല്ലല്ലോ, ഇവിടുത്തെ പ്രവർത്തകർ പണിയെടുക്കണ്ടേ. താഴെത്തട്ടിൽ അവരല്ലേ ഏറ്റവും അടുത്ത വീടുകൾ സമ്പർക്കം ചെയ്യുകയും ആ സമ്പർക്കത്തിൻ്റെ ഫലമായിട്ട് ആൾക്കാരുടെ മനസ്സ് മാറ്റുകയും അതിനെ അവർ ഓഫ്കോഴ്സ് അവർക്ക് പറയാൻ പറ്റും ഗവൺമെൻറ് ഓഫ് ഇന്ത്യന് അഴിമതിരഹിതമായിട്ടുള്ള ഒരു കേന്ദ്ര സർക്കാർ മുമ്പിൽ കാണിക്കാനുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുകയും ആ കാര്യങ്ങൾ വഴി പബ്ലിക്കിന് ഗുണമുണ്ടാകുന്ന ഒരുപാട് കാര്യങ്ങൾ ചെയ്തൊരു സെൻട്രൽ ഗവൺമെൻറ് ഉണ്ട്. ആ ഗവൺമെൻറ്റിന് കൃത്യമായിട്ട് ആ ഗവൺമെൻറ് കാര്യങ്ങൾ ജനങ്ങളോട് സംബന്ധിച്ചാൽ തന്നെ ജാതി മതഭേദമന്യേ ആളുകൾക്ക് ചേരാൻ പറ്റും. കാരണം അടൽ ആവാസ് യോജന BJPന്റെ പ്രൊജക്റ്റാണ്. പ്രൈം മിനിസ്റ്റർ വീട്, ആ വീടിൽ ഒരുപാട് 30% മുസ്ലിങ്ങൾക്ക് വീട് കൊടുത്തിട്ടുണ്ട്. 30-40% ഉണ്ട്. എനിക്ക് കൃത്യമായി കണക്ക് ഓർമ്മയില്ല, കണക്കുണ്ട്. അപ്പോൾ അത് BJPന്റെ പൊളിറ്റിക്കൽ ലൈന് തന്നെ എല്ലാവർക്കും തുല്യനീതി, ആരോടുമില്ല പ്രകടനം, ഇതാണ് ലൈൻ. ആ ലൈൻ അവർ ചെയ്യുന്നുണ്ട്, അനുഷ്ഠിക്കുന്നുണ്ട്. അത് കേരളത്തിലും അവർക്ക് ചെയ്യാവുന്നുള്ളൂ. അല്ലെങ്കിൽ അവർ പാർട്ടിയുടെ താഴെ തട്ടുന്ന പ്രവർത്തകർ അത് ചെയ്യുന്നുണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് അറിയില്ല, ഞാൻ അങ്ങനെ BJP ആയിട്ട് ഇടപെട്ട് പ്രവർത്തിക്കുന്ന ആളൊന്നുമില്ല. പക്ഷേ BJP അത് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ തന്നെ പോരെ. അവർക്ക് പറയാൻ വലിയൊരു സർക്കാർ മുമ്പിലുണ്ടല്ലോ. ഇന്റേണൽ സെക്യൂരിറ്റിൻ്റെ കാര്യത്തിലായാലും ഇപ്പം ഓപ്പറേഷൻ സിന്ദൂർ പോലത്തെ രാജ്യത്തിന് നേരെ വരുന്ന, ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്നലെ തന്നെ പാകിസ്ഥാനിലെ ഒരു തീവ്രവാദ നേതാവ് പറഞ്ഞല്ലോ, ഞങ്ങളുടെ മസൂദ് അസറിന്റെ ഫാമിലി മുഴുവൻ വൈപ്പ് ഔട്ടായി പോയി, ഇന്ത്യൻ ആർമി വന്ന് പിച്ചു ചീന്തിയിരുന്നു. അപ്പം അത് ഒരു മെസ്സേജ് അല്ലേ. അതുപോലെ തന്നെയാണ് ഇന്റേണൽ സെക്യൂരിറ്റി. 2014 മുമ്പ് മുംബൈയിൽ തീവ്രവാദികൾ കയറി മേഞ്ഞുന്ന സമയത്ത് എല്ലാ റെസ്പെക്റ്റോടും പറയാം, അന്നത്തെ ആഭ്യന്തരമന്ത്രി ശിവരാജ് പാട്ടീൽ അദ്ദേഹം സൂട്ട് മാറ്റുമായിരുന്നു. സൂട്ടിട്ട് സമയം എടുത്തിട്ടാണ് അന്ന് താജ് കാണാൻ വേണ്ടി വിലാസ്റാവ് ദേശ്മുഖിൻ്റെ കൂടെ അദ്ദേഹം വന്നിരുന്നത്, യൂണിയൻ ഹോം മിനിസ്റ്റർ. ഇതങ്ങനെയല്ലല്ലോ. ഇപ്പം അങ്ങനത്തെ ഒരു സംഭവം നടക്കുന്നില്ലല്ലോ. സ്വാഭാവികമായിട്ടും ഇന്റേണൽ സെക്യൂരിറ്റിയും ഹോം മിനിസ്ട്രിയും ഉടനെ പ്രവർത്തിക്കുന്നുണ്ടാകും. അപ്പോൾ അങ്ങനത്തെ ഒരു ഹോം മിനിസ്റ്ററാണ് കേരളത്തിൽ വന്നിട്ട് ഇങ്ങനത്തെ ഒരു പ്രസ്താവന നടക്കുന്നത്, അങ്ങ് പറഞ്ഞതുപോലെ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്തെങ്കിലും മുമ്പ് കണ്ടിട്ടായിരിക്കും. ഓക്കെ, താങ്ക് യു സർ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.